നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 75.27% പോളിംഗ് രേഖപ്പെടുത്തി. ഇന്നലെ രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് 6 മണിയോടെയാണ് അവസാനിച്ചത്. കനത്ത മഴയിലും ആവേശത്തോടെയാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയത്. പൊതുവെ സമാധാനപരമായ രീതിയിലാണ് വോട്ടെടുപ്പ് നടന്നതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിലമ്പൂരിലെ ആദിവാസി മേഖലകളിലും മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പ് ആരംഭിച്ചതു മുതൽ മികച്ച ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഒരു ഘട്ടത്തിലും തനിക്ക് ആശങ്ക തോന്നിയിട്ടില്ലെന്നും നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസം ശക്തമായുണ്ട് എന്നുമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജ് പ്രതികരിച്ചത്. വലിയ ഭൂരിപക്ഷം മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നതായി UDF സ്ഥാനാർത്ഥി ആരടൻ ഷൌക്കത്ത് പ്രതികരിച്ചു. മണ്ഡലം തിരിച്ചുപിടിക്കും. UDFന് തൊട്ടു പിന്നിൽ വരുന്ന സ്ഥാനാർത്ഥി LDF ആയിരിക്കും. UDFും LDFും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നതെന്നും ഷൌക്കത്ത് പറഞ്ഞു. വോട്ടെടുപ്പിനിടെ നിലമ്പൂരിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. ചുങ്കത്തറ പഞ്ചായത്തിലെ കുറുമ്പലങ്ങോട് ഗവൺമെന്റ് UP സ്കൂളിൽ സജ്ജീകരിച്ച 127, 128, 129 ബൂത്തുകളിലാണ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത്. കുറുമ്പലങ്ങോട് മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള LDF പ്രവർത്തകർ വോട്ടർമാരെ സ്വാധീനിക്കുന്നുവെന്നായിരുന്നു UDF ആക്ഷേപം. UDF പ്രവർത്തകരുടെ പരാതിയിൽ 2 LDF പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മണ്ഡലത്തിന് പുറത്തുനിന്നും എത്തിയ CPM പ്രവർത്തകരെയാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രമുഖ സ്ഥാനാർത്ഥികളടക്കം 10 പേരാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഹോം വോട്ടിംഗ് അനുമതി ലഭിച്ച 1254 പേർക്കുള്ള വോട്ടെടുപ്പ് ജൂൺ 16 പൂർത്തിയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിനായി 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരുന്നത്. 23-നാണ് വോട്ടെണ്ണൽ. ആകെ 2,32,384 വോട്ടർമാരാണ് നിലമ്പൂരിൽ ഉള്ളത്. പുരുഷ വോട്ടർമാർ 1,13,613, വനിതാ വോട്ടർമാർ 1,18,760, ട്രാൻസ്ജെൻഡർ വോട്ടർമാർ 8. ഇതിൽ 7,787 പേർ പുതിയ വോട്ടർമാരാണ്. പ്രവാസി വോട്ടർമാർ 373, സർവീസ് വോട്ടർമാർ 324, സുരക്ഷയ്ക്ക് 1200 പോലീസ് ഉദ്യോഗസ്ഥരെയും കേന്ദ്രസേനയെയും ബൂത്തുകളിൽ സജ്ജീകരിച്ചിരുന്നു. ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ 3 ബൂത്തുകളാണ് സജ്ജീകരിച്ചിരുന്നത്. പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂളിലെ 42-ാം നമ്പർ ബൂത്ത്, ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ 120-ാം നമ്പർ ബൂത്ത്, നെടുങ്കയം അമ്യൂണിറ്റി സെന്റർ 225-ാം നമ്പർ ബൂത്ത് എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. 7 മേഖലകളിലായി 11 പ്രശ്നസാധ്യതാ ബൂത്തുകൾ ഉണ്ടായിരുന്നു. വനത്തിലുള്ള 3 ബൂത്തുകൾ ഉൾപ്പെടെ 14 ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനവും ഒരുക്കിയിരുന്നു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.